നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഷാർജയിലെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലം സ്വദേശിനി അതുല്യയുടെ മരണത്തിന് പിന്നാലെ കുടുംബത്തിൽ നിന്നും പുറത്തുവരുന്ന ഗുരുതരമായ വെളിപ്പെടുത്തലുകളൊക്കെയാണ്. എത്ര പീഡിപ്പിച്ചാലും കുഞ്ഞിനു വേണ്ടി സഹിക്കാമെന്ന് തന്നെയാണ് അതുല്യ പറഞ്ഞത്. അതിന്റെ വില ആ പെൺകുട്ടി ജീവൻ കൊടുത്ത് തന്നെയാണ് ചൊല്ലിയത്. 4.5 വർഷമായി മകനുമായി യാതൊരു ബന്ധവുമില്ല. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കണമെന്നായിരുന്നു സതീഷിന്റെ അമ്മയുടെ ഏറ്റവും ഒടുവിലത്തെ പ്രതികരണം. അവസാനം സതീഷ് എത്തിയത് സഹോദരിയുടെ വിവാഹത്തിനായാണ്. മകൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കണമെന്നും സതീഷിന്റെ അമ്മ പറയുന്നു. മരുമകളെ പോലെയല്ല, മകളെ പോലെയാണ് ഞാൻ അതുല്യയെ സ്നേഹിച്ചത്. തന്നെ വേട്ടയാടരുത്, വീടിന് പുറത്തിറങ്ങുവാൻ പോലും കഴിയാത്ത അവസ്ഥയെന്നാണ് അവർ പ്രതികരിച്ചത്. കിണറ്റിൽ ചാടുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞത് നുണ. അതുല്യയുടെ മാതാപിതാക്കൾ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെന്നും അവർ പറയുന്നു. എൻ്റെ മോനെന്താ വേറെ പെണ്ണിനെ കിട്ടില്ല, നല്ല സാമ്പത്തികവും വിദ്യാഭ്യാസവും ഉണ്ട് അവനെന്നാണ് സതീഷിന്റെ അമ്മ പ്രതികരിക്കുന്നത്. അതുല്യ ഭർത്താവിൽ നിന്ന് നേരിട്ടിരുന്ന പീഡനങ്ങൾ പറയുമായിരുന്നുവെന്ന് അതുല്യയുടെ അമ്മ പ്രതികരിക്കുന്നുണ്ട്. ശരീരത്തിലെ പരുക്കുകളൊക്കെ വീഡിയോ കോളിലൂടെ കാണിച്ചു തന്നിരുന്നു. വിവാഹബന്ധം ഒഴിയാമെന്ന് മകളോട് പറഞ്ഞിരുന്നുവെന്നും എന്നാൽ കുഞ്ഞിനു വേണ്ടി എല്ലാം സഹിക്കാമെന്ന് അതുല്യ പറഞ്ഞതായുമാണ് അമ്മ പറയുന്നത്. അതുല്യയുടെ കുടുംബത്തിനെതിരെയും ചിലർ വിമർശനങ്ങളൊക്കെ ഉയർത്തുന്നുണ്ട്. വിവാഹ നിശ്ചയം കഴിഞ്ഞതിനു ശേഷമാണ് ഇവന്റെ തനി സ്വഭാവം അറിയുവാൻ തുടങ്ങിയത്. അവന്റെ ഫോൺ വിളികളിലൂടെ എൻ്റെ മോൾ തന്നെ അത് മനസ്സിലാക്കി. അപ്പോഴേക്കും വളരെ വൈകിപ്പോയി. വിവാഹ നിശ്ചയം കഴിഞ്ഞു, അവൻ ഇവിടെ വരികയൊക്കെ ചെയ്തു. അവനെ ഒഴിവാക്കുവാൻ പറ്റാത്ത സ്ഥിതിയായിപ്പോയി. നമ്മുടെ സമൂഹത്തിൽ എല്ലാവരും വിവാഹ നിശ്ചയം കഴിഞ്ഞതും മറ്റും ഒക്കെ അറിഞ്ഞതല്ലേ. അപ്പോൾ അത് മുടങ്ങിയാൽ ആ കുട്ടിക്ക് പിന്നെ പേരുദോഷമുണ്ടാകും. അതുകൊണ്ടാണ് ഈ വിവാഹം നടത്താമെന്ന് കരുതിയത്. പക്ഷേ വിവാഹ നിശ്ചയം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു ഇവൻ ആളത്ര വെടിപ്പല്ല എന്ന്. കല്യാണമൊക്കെ വളരെ ആർഭാടമായിട്ടാണ് നടത്തിയത്. അന്ന് കല്യാണ പന്തലിൽ വരെ ഇവർ മദ്യപിച്ചിട്ടാണ് വന്നത്. കല്യാണം അയ്യൻകോയിൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു. വിവാഹ പാർട്ടി വരാൻ ലേറ്റായി. മുഹൂർത്തത്തിന് തൊട്ടു മുൻപാണ് അവൻ എത്തിയത്. ഞാൻ അന്വേഷിച്ചപ്പോൾ വരനും കൂട്ടരും അന്ന് ബാറിലെങ്ങാനും കയറിയിട്ടാണ് വന്നതെന്ന് മനസ്സിലായി. അവന്റെ മുഖം കണ്ടപ്പോൾ തന്നെ എനിക്കത് മനസ്സിലായി, മദ്യപിച്ചാണ് എത്തിയതെന്ന്. ഇവനൊരു ചേട്ടനുണ്ട്, അയാളും നല്ല രീതിയിൽ മദ്യപിച്ചിട്ടായിരുന്നു നിന്നത്. ഇവരൊക്കെ നല്ല രീതിയിലുള്ള മദ്യപാനികളെന്ന് അറിയുവാൻ വൈകിപ്പോയി. ഇതായിരുന്നു അച്ഛൻ്റെ അടക്കം പ്രതികരണം പുറത്തു വന്നത്. എല്ലാ അച്ഛനമ്മമാരും വിചാരിക്കുന്നത് നാട്ടുകാർ, വീട്ടുകാർ, അയൽവക്കത്തുകാർ ഇവരെയൊക്കെ എന്ത് വിചാരിക്കുമെന്നാണ്. എല്ലാവരും ചിന്തിക്കുന്നത് അങ്ങനെയൊന്നും ഒരച്ഛനും അമ്മയും ചിന്തിക്കരുത്. മക്കളെ ചേർത്ത് നിർത്തണം, അതാണ് വേണ്ടത്. അയൽവക്കത്തുള്ളവരും വീട്ടുകാരും നാട്ടുകാരും എന്ത് ചിന്തിച്ചാലും തൻ്റെ മകളുടെ ജീവനോളം വരില്ല അതൊക്കെയെന്ന് ചിന്തിക്കുവാനും വകതിരിവുണ്ടാവണമെന്നാണ് പ്രതികരണങ്ങൾ ഉയർന്നത്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അവതാരിക അശ്വതി ശ്രീകാന്ത് ഒരു കുറിപ്പ് പങ്കിട്ടിരുന്നു. ഇതൊക്കെ ശ്രദ്ധ നേടുകയാണ്. വിവാഹമോചനം ഒരു തോൽവിയല്ല, അവനവനെ തിരഞ്ഞെടുക്കുവാനുള്ള ഒരു അവസരമെന്നാണ് അശ്വതി പറയുന്നത്. എല്ലാ ഫോറെവർ ബന്ധങ്ങൾക്കും ഒരു എക്സിറ്റ് ക്ലോസ് ഉണ്ടാകുമെന്ന് മറക്കരുത്. ഈ നശിച്ച സ്നേഹം കൊണ്ട് നിങ്ങൾ മരിച്ചു പോകരുതെന്നും അശ്വതി കുറിപ്പിൽ പറയുന്നു. കേൾക്കാൻ തന്നെ എന്താ സുഖം, അവൾ എൻ്റെ അല്ലേ എന്ന്. വൈകി വന്ന മകളെ അച്ഛൻ കൊന്ന വാർത്തയ്ക്ക് താഴെ ഭർത്താവ് ചെയ്യേണ്ടത് അച്ഛൻ ചെയ്തുവെന്ന് അഭിമാനം കൊള്ളുന്ന അനേകം കമന്റുകൾ കണ്ടതോർക്കുന്നു. പെണ്ണുങ്ങളെ നന്നാക്കാൻ ഇടയ്ക്ക് ഒരെണ്ണം കൊടുക്കേണ്ടത് ഭർത്താവിൻ്റെയും ആങ്ങളുടെയും ഒക്കെ ഉത്തരവാദിത്തമാണല്ലോ. ഭാര്യയെ ഇടയ്ക്കിടെ തള്ളുന്ന വിദ്യാസമ്പന്നനായ ഭർത്താവ് വളരെ നിഷ്കളങ്കനായി ചോദിച്ചതാണ്, എനിക്ക് ദേഷ്യം വരാതെ നോക്കേണ്ടത് അവളല്ലേ എന്ന്. എന്നിട്ടും ഈ നിയന്ത്രണമില്ലാത്ത ദേഷ്യം അബ്നോർമൽ ആണെന്ന് കക്ഷിക്ക് മനസ്സിലായിട്ടില്ല. മകന്റെ ദേഷ്യത്തെ അവന്റെ അച്ഛന്റെ അതേ പ്രകൃതമെന്ന് ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരമ്മ കൂടിയായപ്പോൾ ആ പെൺകൊച്ചിന്റെ ജീവിതം ഒരു വഴിക്കായി. എന്നാൽ ഇറങ്ങിപ്പോരുമോ? ഇല്ല. ഈ ചുരുളിക്കപ്പുറം ലോകമുണ്ടെന്ന് പറഞ്ഞാലും വരില്ല. പരിചയമില്ലാത്ത ആ ലോകത്തേക്കാൾ ഭേദം പരിചയമുള്ള ഈ അപകടങ്ങളാണെന്ന് ബ്രെയിൻ വിശ്വസിപ്പിക്കും. അത് കൺവിൻസ് ചെയ്യാൻ വല്ലപ്പോഴും കിട്ടുന്ന സ്നേഹത്തെ അത് ഉയർത്തിപ്പിടിക്കും. എന്നുമെങ്കിലുമൊക്കെ ആരെങ്കിലും വന്ന് ചോദിക്കും, പുള്ളിക്കാരൻ മാറിയോ എന്നാണ് പറയുന്നത്, ഞാൻ ഒരു അവസരം കൂടി കൊടുത്താലോ എന്ന്. ശരിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ എന്താ തോന്നുന്നതെന്ന് ചോദിച്ചാൽ വലിയ പ്രതീക്ഷ വയ്ക്കേണ്ടതാണ് തോന്നലെന്ന് അവർ തന്നെ പറയും. എന്നിട്ടോ ആ തോന്നൽ വകവയ്ക്കാതെ പരിചയമുള്ള അപകടത്തിലേക്ക് വീണ്ടും ഇറങ്ങിപ്പോകും. ഭർത്താവിന്റെ ഉപദ്രവം സഹിക്കവയ്യാതെ വീട് വിട്ടിറങ്ങി ആത്മഹത്യയ്ക്ക് ഒരുങ്ങിയൊരു കൂട്ടുകാരിക്ക് ആ നേരമെല്ലാം കൂട്ടിരുന്നിട്ട് ഭർത്താവ് വന്ന് വിളിച്ചപ്പോൾ ഇറങ്ങിപ്പോയെന്ന് മാത്രമല്ല, കൂടെ നിന്നവരെയെല്ലാം ബ്ലോക്ക് കൂടി ചെയ്തു. ഇനിയൊരു പ്രശ്നം വന്നാൽ തിരികെ വരാൻ ഒരിടം പോലും ഇല്ലാത്ത വിധമാണ് പലരും അബ്യൂസറിനൊപ്പം വീണ്ടും പോകുന്നത്. ഇനി അവന്റെ കൂടെ പോയാൽ തിരികെ ഇങ്ങോട്ട് കയറണ്ട എന്ന അച്ഛൻ വാശ പിടിച്ചതുകൊണ്ട് മാത്രം വീണ്ടും പോകാതെ ജീവിതം തിരിച്ചു പിടിച്ച വളരെ അടുത്ത സുഹൃത്തുക്കളുണ്ട്. സ്ത്രീകൾ മാത്രമല്ല ഈ സിസ്റ്റത്തിന്റെ വിക്ടം ആകുന്ന ഒരുപാട് പുരുഷന്മാരുമുണ്ട്. സ്ത്രീകൾക്ക് വേണ്ടി ഇന്ന് ആളുകൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് പല തലമുറകൾ നിലവിളിച്ചുണ്ടാക്കിയെടുത്ത ശബ്ദമാണ്. പുരുഷാധിപത്യ സമൂഹത്തിൽ അതിന്റെ ഗുണം അനുഭവിക്കുന്ന പുരുഷന്മാരെക്കാളും തന്നെ അതിന്റെ ദൂഷ്യം അനുഭവിക്കുന്ന പുരുഷന്മാരുമുണ്ട്. പെണ്ണുങ്ങൾ ആരോടെങ്കിലും സങ്കടം പറയും, സഹായം തേടും. അബല എന്ന ടാഗ് ഓൾറെഡി ഉള്ളതുകൊണ്ട് വാ വിട്ട് നിലവിളിക്കും.
എന്നാൽ മദ്യമല്ലാതെ മറ്റൊരു കോപ്പിംഗ് മെക്കാനിസവും അറിയാത്ത പുരുഷന്മാരാണ് അധികവും. ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്ത ഭർത്താവിനെ നട്ടലില്ലാത്തവനെന്ന് വിശേഷിപ്പിക്കുന്ന ഭാര്യമാരെ സമ്പാദിക്കുന്നതിന്റെ അളവനുസരിച്ച് മാത്രം പുരുഷന്റെ വില കൊടുക്കുന്ന സ്ത്രീകളെ ഒക്കെ പതിവായി കാണാറുണ്ട്. ഭർത്താവിനെ വീടിനുള്ളിൽ അസഭ്യം മാത്രം പറയുന്ന ഭാര്യ പുറത്ത് കുലസ്ത്രീയായിരുന്നു. പുറത്ത് പറഞ്ഞാൽ ലോകം മുഴുവൻ കഴിവുകെട്ടവനെന്ന് വിളിച്ചേക്കുമെന്ന് ഭയന്ന് എന്നേക്കുമായി ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുന്ന അനേകം പുരുഷന്മാരുണ്ട്. പല ബന്ധങ്ങളിലും അബ്യൂസർ ആദ്യം ചെയ്യുന്നത് നമ്മുടെ ആത്മാഭിമാനം തകർത്ത് അവനവനിലെ വിശ്വാസം ഇല്ലാതാക്കുക എന്നതാണ്. അവരില്ലാതെ ജീവിക്കരുതല്ലോ. ഒരാൾ നമുക്ക് ചേർന്നതല്ലെന്ന് തോന്നിയാൽ ആ ഒരാൾ ചേരുന്നില്ല എന്ന് മാത്രമാണ് അർത്ഥം. കോടിക്കണക്കിന് മനുഷ്യരുള്ള ഈ ലോകത്ത് ആ ഒരാൾ നമുക്ക് ചേർന്നതല്ല എന്ന് മാത്രം. അതിനപ്പുറം ജീവിതമുണ്ട്. 20-ാം വയസ്സിൽ എടുത്തൊരു തീരുമാനത്തെ ന്യായീകരിക്കാനാണോ നിങ്ങളൊരു ബന്ധത്തിൽ നിൽക്കുന്നത്? എന്നോ ഉണ്ടായിരുന്ന സ്നേഹത്തിന്റെ പ്രേതത്തെ കാത്താണോ നിങ്ങൾ ഇതിൽ നിൽക്കുന്നത്? ഭയമെന്ന വികാരമില്ലാതെ സ്നേഹത്തെക്കുറിച്ച് ഓർക്കുവാൻ സാധിക്കുന്നുണ്ടോ? എപ്പോഴും അലേർട്ടായി സർവൈവൽ മോഡിലാണോ ജീവിക്കുന്നത്? ശരിക്കുമുള്ള നിങ്ങൾ എങ്ങനെയാണെന്ന് ഓർക്കാൻ കഴിയുന്നുണ്ടോ? മക്കളുടെ ഭാവിയെ കരുതി നാട്ടുകാരെ ഭയന്ന് തിരികെ പോകാൻ ഇടമില്ലാഞ്ഞിട്ട് ഇതൊക്കെ അതിജീവിച്ച അനേകായിരങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. എളുപ്പമാണെന്ന് പറയുന്നില്ല, പക്ഷേ വിവാഹമോചനം ഒരു തോൽവിയല്ല, അവനവനെ തിരഞ്ഞെടുക്കുവാനുള്ള ഒരു അവസരമാണ്. എല്ലാ ഫോറെവർ ബന്ധങ്ങൾക്കും ഒരു എക്സിറ്റ് ക്ലോസ് ഉണ്ടാവണമെന്ന് മറക്കരുത്. ഈ നശിച്ച സ്നേഹം കൊണ്ട് നിങ്ങൾ മരിച്ചു പോകരുതെന്നായിരുന്നു പോസ്റ്റ്. അതുല്യയുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് സഹോദരി അഖിലയും ഭർത്താവ് ഗോകുലും ഷാർജ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അതുല്യ ആത്മഹത്യ ചെയ്യില്ലെന്നും മരണം കൊലപാതകമാണെന്നും കുടുംബം ആരോപിക്കുന്നു. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രതിനിധികൾക്കൊപ്പം എത്തിയാണ് ഇരുവരും പരാതി നൽകിയത്. ഭർത്താവ് സതീഷ് അതുല്യെ തുടർച്ചയായി ഉപദ്രവിച്ചതിന്റെ തെളിവുകളുമായി വീഡിയോകളും ചിത്രങ്ങളും ഒക്കെ പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഫ്ളാറ്റിലെത്തിയപ്പോൾ അതുല്യയുടെ കാലുകൾ നിലത്ത് ചവിട്ടുന്ന നിലയിലായിരുന്നു എന്നാണ് ഭർത്താവ് സതീഷ് പറഞ്ഞിട്ടുള്ളത്. അതുല്യയുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി, റിപ്പോർട്ട് ഇന്ന് ലഭിക്കുമെന്നാണ് സൂചന. ഇതിനുശേഷമാകും മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുക. ഭർത്താവ് ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങൾ പകർത്തി അതുല്യയുടെ മൊബൈൽ ഫോൺ നാട്ടിൽ കൊണ്ടുവന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കും. ഷാർജ പോലീസിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ഭർത്താവിനെ നാട്ടിലെത്തിച്ചും ചോദ്യം ചെയ്യും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.